everyone, welcome to my YouTube channel. I am Nia. So ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് കഫേയിൽ പോയപ്പോൾ എടുത്ത വിഷ്വൽസ് ആണ്. ഇത് വ്ളോഗാണെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് കീപ് സേക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറി പോലെ ഞാൻ എടുത്തതാണ്. സോ എനിക്ക് വ്ളോഗ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ തമിഴിലെ ടൈറ്റിൽ അറിയാമല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. സോ ഇതൊരു സെൽഫിയാണ്, അതായത് വീഡിയോ ആക്കി മാറ്റിയതാണ്. അത് ലൈവിലാണ് എടുത്തത്, അതുകൊണ്ട് സേവാസ് വീഡിയോ കൊടുത്താണ്. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആക്ച്വൽ വീഡിയോ. 2000 years later. അങ്ങനെ ഫൈനലി കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അമ്മ റെഡിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞാൻ വേഗം പുറത്തോട്ട് ഇറങ്ങി ഹെൽമെറ്റൊക്കെ ചുമ്മാ എടുത്ത് വെച്ച്. അപ്പോൾ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മ എപ്പോഴും ഡോർ ക്ലോസ് ചെയ്യാനും ഗേറ്റ് ക്ലോസ് ചെയ്യാനൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബീച്ചിലെത്തി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വന്ന് നിൽക്കുന്നത്, ബിക്കോസ് ഞങ്ങൾക്ക് നടക്കാനുള്ള സമയമാണിത്. അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ സമയമാകുമ്പോഴാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ നടക്കാമെന്ന് വെച്ചു. കാര്യം കുറേ ദിവസമായില്ല ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൂടെ പോയിട്ട് അങ്ങനെ ഞങ്ങളുടെ അറ്റത്താണ് ചെല്ലേണ്ടത്. കാറ്റാടി എന്നാണ് പറയുന്നത്, സീ ലോഞ്ച് എന്നാണ് അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള നെയിം. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇങ്ങനെ ഞങ്ങൾ നടക്കും എല്ലാം കൂടിയാണ്. പക്ഷെ നടക്കുന്നതെന്ന് പറയുമ്പോൾ നടക്കാതെന്ന് പറയത്തില്ല, കാര്യം വായി നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ നേരെ നടന്ന് പോകണം. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കാണുമായിരുന്നു. ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറും എന്നുള്ള ഇത് പ്ലാനിലാണ്, പക്ഷെ കയറിയൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ വെറുതെ അതിങ്ങനെ നോക്കി അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫേവറേറ്റ് വാഫിൾ സ്പോട്ടിൽ ചെന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു വാഫിൾസ് വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറാണ്. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പം ഞാനത് വാങ്ങിച്ചു. പിന്നെ ഒരു ഷവർമ വാങ്ങിച്ചു. പ്ലേറ്റ് ഷവർമയാണ് വാങ്ങിച്ചത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാമല്ലോ. One eternity later. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇപ്പോൾ ഐ മീൻ 23 മെയ്യിലാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബിക്കോസ് ഞാൻ ബിസിയാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യെസ്, ഞാൻ വീട്ടിലില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കും. പക്ഷേ എന്തോ പറ്റത്തില്ല, ഇങ്ങനെ എടുക്കും. പക്ഷേ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകും. അങ്ങനെ ഗൈസ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ജസ്റ്റ് അൺബോക്സിങ്ങോ അല്ലെങ്കിൽ ഹോൾ വീഡിയോ എന്നുള്ള പോലെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ന്യൂ ട്രൈപോഡിൽ. അതുകൊണ്ടാണ് ഞാനതിനെ പറ്റി വലുതായിട്ടൊന്നും പറയാത്തത്. ജസ്റ്റ് ട്രയലായിട്ട് ചെയ്ത് നോക്കിയത്, ക്യാമറ ഇങ്ങനെ വെച്ചാൽ കൊള്ളാമോ, ജസ്റ്റ് ഇപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ, അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പം ഇതിലിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിന് കുറച്ച് തടസ്സങ്ങളുള്ളതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല, പക്ഷേ നമുക്കതിനെപ്പറ്റി ചെയ്യാം. അപ്പോൾ എനിക്ക് ഐഡിയാസൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ എൻ്റെ മിസ്റ്റേക്സൊക്കെ ഒന്ന് പറയുകയോ എനിക്ക് കുറച്ച് ഗൈഡൻസൊക്കെ തന്നാൽ നല്ലതായിരുന്നു. സോ അങ്ങനെ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയത് എനിക്കിപ്പോഴും അറിയില്ല. ജസ്റ്റ് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രിങ്ക് കേട്ടോ. സോ യാ, ആൻഡ് ഇതൊക്കെ എനിക്ക് ഇവിടെ റൂമിൻ്റെ ഒരു ഡെക്കോറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ആസ് എ മെസ്സി ഫാൻ ഗേൾ ഐ ഒബ്വിയസ്ലി നീഡ് ദിസ് ആൻഡ് യെസ്, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. സോ ഗൈസ്, ഓരോ വീഡിയോയ്ക്കും ഓരോ ഫിൽറ്ററാണ് ഇട്ടിരിക്കുന്നത്. ബിക്കോസ് ഇതൊക്കെ ഓരോ സമയത്ത് എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ്. സോ അതിനൊക്കെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും വീഡിയോസിലൊക്കെ പല ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിരിക്കും. അതിനുള്ള പ്രശ്നങ്ങൾ ഒക്കെ എൻ്റെ അടുത്ത് പറയാം. നെക്സ്റ്റ് ടൈം നമുക്കത് ബെറ്ററായിട്ട് ചെയ്യാൻ. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും, അറിയാമല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് വെറുതെ ഡിലീറ്റ് ആക്കാൻ വയ്യ. ബിക്കോസ് എനിക്കെന്തോ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ വെച്ചത്. സോ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഭാവിയിൽ വരില്ലായിരിക്കും. വന്നാൽ തന്നെ അത് എന്തെങ്കിലും കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ വോയിസ് ഓവർ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതിന് നല്ലത് കുറച്ചുകൂടെ വീഡിയോയിൽ ഇനി സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാനാണ്
നോക്കുന്നത്. സോ അതാകുമ്പം നമുക്ക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോലെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് കുറച്ചുകൂടെ ഈസി അതായിരിക്കും. ആൻഡ് ഇതാണ് എൻ്റെ വാർഡ്രോപ്പ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ വാർഡ്രോപ്പിൻ്റെ താഴെ കുറച്ച് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഡെക്കോറൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്ത് ഫുള്ളി എന്തായിരുന്നു ബുദ്ധ അല്ലെങ്കിൽ അതൊരു കുഞ്ഞ് ലാമക്കുട്ടന്മാരുടെ 4 പേരുടെ ഇതും ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. നേരത്തെ ആ വീഡിയോയിൽ കാണാമല്ലോ, അതുമാണ് വെച്ചിരിക്കുന്നത്. സോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു നൈറ്റ് വെയർ ആണ്. ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാം. അഗെയിൻ ഫുഡിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു. ഫുഡിൻ്റെ അടുത്ത് എങ്ങനെ കറങ്ങിത്തിരിങ്ങി വന്നാലും ഫുഡ് കഴിക്കുന്നതായിരിക്കും ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് ഫുഡ് കഴിക്കുമ്പോഴാണ് ഓർക്കുന്നത് ഇത്രയും ഞാൻ പൈസ കൊടുത്തതല്ലേ, ഒരു വീഡിയോ എടുത്ത് വെക്കാം, ജസ്റ്റ് ഓർമ്മയ്ക്കെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്നതാണ്. നെക്സ്റ്റ് ഡേ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡേറ്റിന് പോയപ്പോഴത്തേക്കിനും എടുത്ത വീഡിയോസാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് വ്ളോഗ് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച ഫുഡ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. എൻ്റെ ഫേവറേറ്റ് കഫേ എല്ലായിടത്തും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്കാഡിയോ കാർമലോ എന്ന് പറഞ്ഞൊരു കഫേയാണ്. ഇറ്റ് വാസ് സോ ഗുഡ്, മൈ ഫേവറേറ്റ്. ആൻഡ് I think it's one of the best in Alappuzha right now, and so good guys, you must go. And so it's not sponsored at all, I wish, but no, because അറിയാലോ, അവർക്ക് എന്നെ അറിയില്ല, മേ ബി അറിയാമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവരെ ജീവനാണ്. സോ എനിക്ക് പറ്റുവാണെങ്കിൽ എപ്പോഴും പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ ആരുമില്ല പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ആക്വേർഡാണ്, അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹം. സോ യാ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ കോഫിയാണോ ഹേസൽനട്ടിൻ്റെ ഒരു കോഫിയാണ്, അത് നമ്മളിങ്ങനെ ആക്കി എടുത്തു ഗൈസ്. ഹാർട്ട് ബ്രോക്കൺ ആക്കി എടുത്തു മാറ്റി, എന്ത് പറ്റിയാണെന്തോ. 2000 years later. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഡിഫറെൻറ്റ് ഫിൽറ്ററൊക്കെ ഉള്ള കളർ ഗ്രേഡിങ് ഉള്ള വീഡിയോ. ആൻഡ് യാ എങ്ങനെ ഫുഡിൻ്റെ അടുത്ത് വന്നു ഗൈസ്. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര വെയിറ്റാന്ന് പറയുകയും ചെയ്യും. ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ഫുഡ് കഴിക്കുന്നതിലല്ല, അത് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ക്രേവിങ്സ് തോന്നും, അപ്പം ഫുഡ് വാങ്ങിച്ച് കഴിക്കും, എഗെയിൻ വണ്ണം വെക്കും. അതിപ്പം വണ്ണമെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് വണ്ണം വെക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ മീ. എനിക്ക് പേഴ്സണലി അത് കൊള്ളാമെന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അനാവശ്യമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ കഴിച്ചു പോകും. ബിക്കോസ് യു നോ, tasty food makes us want to eat it more and more, and this is me trying to be aesthetic, but I couldn't because I can't. I am trying my best to do it, but എന്താ പറ്റുന്നില്ല ഗൈസ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിക്കും. എനിക്ക് എസ്തെറ്റിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് എന്തോ. സോ എഗെയിൻ ഒരു ഷേക്ക് വാങ്ങിയതാണ്. ആ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി വാങ്ങിയതാണ്. One eternity later. ഹലോ ഗായ്സ്, എഗെയിൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ പുറത്ത് പോകുന്നൊരു ദിവസമാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോയൊരു ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വെച്ചു. അതിന് മുമ്പേ ഞങ്ങൾ മുപ്പാലത്ത് വന്നിരിക്കാം, കുറച്ച് നേരം സംസാരിക്കാനൊക്കെ വിചാരിച്ചു. കാരണം ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ചെന്നു. ആൻഡ് കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര ഡള്ളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ ഡള്ളായിരുന്നു. പിന്നെ എന്തായാലും അവിടെയൊക്കെ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ ഓർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഗേൾ ടോക്സ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഇപ്പോഴത്തെ ഈ സീ ലോഞ്ച് അടിപൊളിയാണ്. സോ ഇതാണ് ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വാഫിൾസ്. അങ്ങനെ ജസ്റ്റ് വിശാൽ മാർട്ടിൽ കൂടെ കയറി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.